വെൽക്കം. ഇന്ന് വെക്കേഷൻ്റെ ലാസ്റ്റ് ഡേ ആണ്. അതായത് ഇനിയുള്ള ദിവസങ്ങളിൽ മടി പിടിച്ചിരിക്കാൻ പറ്റില്ല. പല്ല് തേച്ച് മുഖവും കഴുകി മുടി ഒരു അമ്മക്കെട്ടും കെട്ടി ഡേ അങ്ങ് തുടങ്ങി. ഇപ്പം ഇന്ന് മുടങ്ങാതെ ചെയ്യുന്നൊരു കാര്യമായിട്ട് രാവിലെ ഭയങ്കര പോസിറ്റീവ് വൈബാണ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ. ഇതിന് കുറേ ഫ്ലേവർ ഉള്ളത് വേറെ വേറെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. എന്തോ രാവിലെയും വൈകിട്ടും ഇങ്ങനെ ഇത് കത്തിച്ച് ഇതിൻ്റെ പുക എല്ലായിടത്തും കൂടി ഒന്ന് കൊണ്ടു നടന്നാൽ ഒരു പോസിറ്റീവ് വൈബാണ്. ഇതിപ്പോൾ ഒരു റൂട്ടീനായി മാറിയിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല വെയിലുള്ളൊരു ദിവസമാണ്. നല്ല തെളിഞ്ഞ ആകാശമൊക്കെ കുറേ ദിവസങ്ങൾക്ക് ശേഷം കേട്ടോ കാണുന്നത്. ഇത്രയും ദിവസം നിർത്താനുള്ള മഴയല്ലായിരുന്നോ, അപ്പോൾ പെട്ടെന്ന് വെയിൽ കണ്ടപ്പോൾ ഒരു സന്തോഷം കേട്ടോ. പിന്നെ ഈ രാവിലത്തെ ആസ്വദിച്ചിരുന്നുള്ള കാപ്പിക്കുടിയൊക്കെ ഇന്നത്തോടെ തീരുകയാണ്. നാളെ മുതലൊരു യുദ്ധമായിരിക്കും. സ്കൂളിൽ വിടേണ്ട കുട്ടികളെക്കാളും മടിയായിരിക്കും കേട്ടോ ചില ദിവസം എനിക്ക് രാവിലെ എണീക്കാനും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാനും ഒക്കെ. ചില ദിവസമൊക്കെ ഞാനിങ്ങനെ ആലോചിക്കും കേട്ടോ, ഈ ലോകത്ത് ഞാൻ മാത്രം ഇങ്ങനെ മടിയുള്ളൊരു അമ്മ ഉണ്ടാവുള്ളൂ എന്നേ. ഇവർക്ക് എന്തെങ്കിലും ലീവുള്ള ദിവസമോ ഇവർ എന്തെങ്കിലും കാരണവശാൽ ലീവ് എടുക്കുന്ന ദിവസമൊക്കെ എനിക്കുള്ളിലൊരു സന്തോഷമൊക്കെ ആട്ടോ. കുറച്ച് നേരം കൂടെ കിടന്ന് ഉറങ്ങാമല്ലോ, പതുക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാമല്ലോ എന്നൊക്കെ ഓർത്തിട്ട് വെയിൽ കണ്ടപ്പോൾ ഒന്നും നോക്കിയില്ല, ഒന്ന് പുറത്തേക്ക് ഇറങ്ങി ചെടികളൊക്കെ ഒന്ന് നോക്കിയേക്കാന്ന്. ഇതില്ലേ ഞാൻ കുറച്ച് കാലമായിട്ട് വാങ്ങാൻ വിചാരിച്ചിരുന്ന പ്ലാന്റ് ആട്ടോ. കാറ്റ്സ് ക്ലോ എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ഇന്നലെ ഞാൻ ഷോപ്പിങ്ങിനൊക്കെ പോയപ്പോൾ ഒരു ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ ഇതിങ്ങനെ കാട് പിടിച്ച പോലെ വളർന്ന് കിടക്കുന്നത്. അവരതിന് കാര്യമായിട്ട് കെയറൊന്നും കൊടുക്കുന്നില്ല. അപ്പോൾ കണ്ടപാടെ ഞാൻ അങ്ങോട്ട് ചെന്ന് ചോദിച്ചു, എനിക്ക് ഇനി ഒരു കൊമ്പ് തരുമോയെന്ന്. ഇത് പിടിച്ച് കിട്ടുമെന്നൊന്നും അറിയില്ലേ, ഞാൻ കൊണ്ട് നട്ട് നോക്കിയിട്ടുണ്ട്. ഇനി പിടിച്ച് കിട്ടിയിട്ടില്ലെങ്കിൽ പ്ലാന്റായിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടുമല്ലോ, അങ്ങനെ വാങ്ങാമെന്ന് വിചാരിച്ചു. ഇതെൻ്റെ റോസാക്കൊമ്പ് കേട്ടോ. കുറേ റോസ് ഞാൻ വാങ്ങി കുറേ സ്ഥലത്തുനിന്ന് കൊണ്ടുവന്നതൊക്കെ നട്ടിട്ടുണ്ട്. കുറച്ച് കാലങ്ങളായിട്ട് ഇതിൽ ഇലയൊന്നും വരാത്തത് കൊണ്ട് ഇതൊക്കെ പോയി എന്ന് വിചാരിച്ചാണ്. പക്ഷെ തളിര് വരുന്നുണ്ട്, രക്ഷപ്പെട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് ശംഖുപുഷ്പത്തിൻ്റെ അരി കൊണ്ടുവന്നിട്ട് ഞാൻ പാകിയിട്ട് മുളച്ചു വന്നതാണ്. ഇതാ കണ്ടില്ലേ, ഇതൊരു വെറൈറ്റിയാണ്. ഒരു പിങ്ക് ഒരു ഓറഞ്ച് മിക്സായിട്ട് വരുന്ന ഒരു വെറൈറ്റിയാണ്. ഇത് ലൈറ്റ് പിങ്ക് ആണെന്ന് തോന്നുന്നു, പൂവാന്നല്ല അറിയും. ഇത് ഓറഞ്ച് കളർ പൂവാട്ടോ. പക്ഷേ ഇത് പിടിച്ച് കിട്ടുന്ന രക്ഷയൊന്നുമില്ല, ഇതുവരെ ഇലയൊന്നും വന്നിട്ടില്ല. പിന്നെ ഞാൻ പുറകിൽ പോയി ഇവിടെ കുറേ പച്ചക്കറിയൊക്കെ നട്ടിട്ടുണ്ട്. നിറയെ മഴയുള്ള ദിവസങ്ങളൊന്നും ഇതൊന്നും ഇറങ്ങാനൊന്നും നോക്കാനൊന്നും പറ്റിയിട്ടില്ല. നല്ലോണം പടർന്ന് പന്തലിച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് ഈ ഇലയ്ക്കുള്ളിൽ ഒരു അനക്കം. നോക്കിയപ്പോൾ അത് ഒരു പച്ചത്തുള്ള ഇതെൻ്റെ ഒരു പയറും വിത്താണ്. ഈ ആശാനാണ് കേട്ടോ ഇത് വന്നിട്ട് ഈ ഇലകളൊക്കെ തിന്നുന്നത്. ഞാൻ വിചാരിച്ച പുഴുവാണെന്നാ, പുഴുവല്ല. ഇത് കണ്ടില്ലേ, ഇതാണ് ചെറുപയർ. ഇത് ഞാൻ നട്ടതൊന്നും അല്ല കേട്ടോ, ഇവിടെ എങ്ങനെയോ വീണ് അങ്ങനെ മുളച്ച് വന്നതാണ്. കുറേ ദിവസത്തെ മഴയ്ക്ക് ശേഷം ഒരു വെയിലാണ്. വെറുതെ മുറ്റത്ത് കൂടിയൊക്കെ ഒന്ന് നടന്നിട്ടോ. ഇതാണ് നമ്മുടെ ലൂക്ക ഈ കിടന്ന് കുരയ്ക്കുന്നതും വെള്ളം വെക്കുന്നതും നമ്മുടെ ഈ സോപ്പ് സാറിനെ കണ്ടിട്ടാട്ടോ. സോപ്പ് സാറിനെ എന്തോ അവൾക്ക് തീരെ ഇഷ്ടമല്ല. പിന്നെ ഈ മഴയത്ത് നമ്മുടെ ബാക്ക് വശത്ത് കുറച്ച് മണ്ണൊക്കെ ഇടിഞ്ഞിട്ടുണ്ട്. പിന്നെ മിറ്റമൊക്കെ ആകെ വൃത്തിയുടെ കിടക്കേണ്ട, നിർത്താതെയുള്ള മഴയാണെന്നല്ലോ. പിന്നെ കുറച്ച് പുല്ലൊക്കെ പറിക്കേണ്ടി വരും ദിവസങ്ങൾ, അതൊക്കെ ക്ലീൻ ആക്കണം. സോപ്പ് സാർ ഇങ്ങനെ കാലിന് ചോട്ടിക്കൂടെ നടക്കട്ടെ, ഏതെങ്കിലും ഒരു ദിവസം ഇവൻ എൻ്റെ ചവിട്ട് കിട്ടും, അത് ഉറപ്പാണ്. അപ്പോൾ ഇതൊക്കെയാട്ടോ എൻ്റെ വിശേഷങ്ങൾ. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്ന